ലക്ഷദ്വീപത്തിന് തുടക്കം കുറിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 56 ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം. അതിന് സമാപനം കുറിച്ചാണ് ഈ ദീപങ്ങൾ തെളിയിക്കുന്നത്. ഏറ്റവും പ്രധാനം 6 വർഷത്തിൽ ഒരിക്കലാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതാണ്. ദിൽനയിലേക്ക് പോകാം. ദിൽന പറഞ്ഞോളൂ. 56 ദിവസത്തെ മുറജപത്തിനൊടുവിലാണ് ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷദീപങ്ങളാൽ അലങ്കൃതമായിരിക്കുകയാണ്. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ പത്മതീർത്ഥക്കുളവും ക്ഷേത്ര മതിലകവും എല്ലാം വിളക്കുകൾ കൊണ്ട് ദീപാലങ്കൃതമായിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് ദീപങ്ങളാണ് തെളിയുന്നത്. ഇത് വൈകിട്ട് 5 മണി മുതൽ തന്നെ ഭക്തർ ഈ ദീപങ്ങൾ തെളിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒന്നും സാധിച്ചില്ലായിരുന്നു. പ്രത്യേകം പാസ് കൊടുത്ത ഭക്തർക്ക് മാത്രമാണ് ഇതിനുള്ള അനുമതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ 7:30 മണിയോടുകൂടി മുഴുവൻ വിളക്കുകളും തെളിയിക്കും. അതിനുശേഷമായിരിക്കും ഈ പറയുന്നത് പോലുള്ള വൈദ്യുതാലങ്കാരങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുക. ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ഭക്തരാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് എവിടെയും നിൽക്കാനോ കാണാനോ ഒന്നിനുമുള്ള ഒരു സ്ഥലമില്ല എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം. ഈ വൈദ്യുതി എല്ലാ ദീപാലങ്കാരങ്ങളും തെളിഞ്ഞതിന് ശേഷം ഒരു 8 മണിയോടുകൂടിയാണ് ശീവേലി എഴുന്നള്ളത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ പട്ടുവിരിച്ച കാള, കുതിര, ആന, കൊടിയേന്തിയ കുട്ടികൾ, ക്ഷേത്രസ്ഥാനി, രാജകുടുംബാംഗങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ ഒരു അതിനൊരു ക്രമമെല്ലാം ഉണ്ട്. ആ ഒരു രീതിയിലാണ് ശീവേലി എല്ലാം ഇങ്ങോട്ട് വരുന്നത്. നമുക്കറിയാം, 8 ദിവസം വീതമുള്ള 7 മുറകളാണ് ഈ ഒരു മുറജപ കാലയളവിൽ ഉള്ളത് എന്ന് പറയാം. നവംബർ 20-നാണ് ഈ 47ാമത് മുറജപം ആരംഭിച്ചത്. ഈ ഒരു മുറജപത്തിന്റെ 56 ദിവസത്തെ ഈ ഒരു മുറജപത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ലക്ഷദ്വീപത്തിന് ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. 6 വർഷമാണ് കാത്തിരിക്കുന്നത്. 6 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്രയും കണ്ണിന് കുളിർമയുള്ള, അത്രയും ഭംഗിയുള്ള ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസിത.